നമസ്കാരം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. NIA ആസ്ഥാനത്ത് വൻ സുരക്ഷാ വലയത്തിലാണ് ചോദ്യം ചെയ്യൽ. NIA ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഡേവിഡ് കോൺമാൻ ഹെഡ്ലി റാണയ്ക്ക് അയച്ച ഇമെയിലുകൾ NIA സംഘം ഹാജരാക്കി. അന്വേഷണ പുരോഗതി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് വിലയിരുത്തി. അതേസമയം റാണ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് സൂചനയുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. ഇന്ത്യയിലെ സഹായികൾ ആരൊക്കെയായിരുന്നു എന്നതാണ് പ്രധാനമായും NIA അന്വേഷിക്കുന്നത്. റാണയുടെ കേരള ബന്ധവും അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ ചില സുപ്രധാന വിവരങ്ങൾ പുറത്തുവരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളായ തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം പുറത്തുവരുന്നു. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയെന്നാണ് വിവരം. റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യുമെന്നും വിവരമുണ്ട്. തഹാവൂർ റാണയ്ക്ക് കൊച്ചിയിലടക്കം സഹായം നൽകിയത് ആരാണ് എന്ന കാര്യത്തിൽ NIA അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇന്നലെ 3 മണിക്കൂർ മാത്രമാണ് റാണയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല എന്നാണ് വിവരം. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് റാണ തുടരുന്നത്. 2005 മുതൽ മുംബൈയിൽ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ റാണയടക്കം പ്രതികൾ തുടങ്ങിയെന്നാണ് NIA നൽകുന്ന വിവരം. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ NIA കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇനി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പല നിർണായക വിവരങ്ങളും പുറത്തുവരുമെന്നത് ഉറപ്പാണ്. അതേസമയം മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ നിരവധി പദ്ധതികൾ ഭീകരർ തഹാവൂർ റാണ ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആസൂത്രണം ചെയ്തതായി ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയുടെ വിവിധ തലങ്ങൾ കണ്ടെത്തുന്നതിനായി വിപുലമായ ചോദ്യം ചെയ്യൽ നടത്തുന്നതിന് റാണയെ ദീർഘകാല കസ്റ്റഡി ആവശ്യമാണെന്ന് ഏജൻസിയോട് അടുത്ത വൃത്തങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുംബൈ ആക്രമണത്തിൽ ഉപയോഗിച്ച തന്ത്രങ്ങൾ മറ്റ് നഗരങ്ങളിലും നടപ്പിലാക്കാൻ പദ്ധതിയിട്ടിരുന്നതായി സംശയിക്കുന്നുമുണ്ട്. ഇതിനു വേണ്ടിയുള്ള സമാനമായ ഗൂഢാലോചനകൾ മറ്റെവിടെയെങ്കിലും നടത്തിയോ എന്ന് പരിശോധിക്കുമെന്ന് NIA ഏജൻസി അറിയിച്ചതായും ഒരു വൃത്തങ്ങൾ പറഞ്ഞു. ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി 1-ാം പ്രതിയായ ഡേവിഡ് കോൺമാൻ ഹെഡ്ലി ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപ് റാണയുമായി മുഴുവൻ ഓപ്പറേഷനെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നുവെന്ന് NIA കണ്ടെത്തിയിരുന്നു. ഇയാളെ US ഇന്ത്യക്ക് കൈമാറാമെന്ന ധാരണയിൽ എത്തിയതിന് പിന്നാലെ NIAയുടെ പ്രത്യേക സംഘമാണ് വ്യോമസേനാ വിമാനത്തിൽ റാണയെ ദില്ലിയിൽ എത്തിച്ചത്. ഇന്ത്യയിലെത്തിയ ഉടനെ ഇയാളെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുകയും 2 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തു. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് ഷിക്കാഗോയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനായ തഹാവൂർ റാണ. ഇയാളാണ് ആക്രമണത്തിന് ആവശ്യമായ സാമ്പത്തിക ലോജിസ്റ്റിക് സഹായം നൽകിയതെന്നാണ് മുഖ്യപ്രതിയായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൺമാൻ ഹെഡ്ലി നൽകിയ മൊഴി. മുംബൈയിൽ ഇമിഗ്രേറ്റ് ലോ സെന്റർ സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെ റാണ പല തരത്തിൽ ആക്രമണത്തിന് വേണ്ട സഹായങ്ങൾ നൽകിയിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഭീകരാക്രമണം നടത്തുന്നതിന് മുൻപ് ഹെഡ്ലിക്ക് മുംബൈയിൽ എത്തിയതും റാണയുടെ സഹായത്തോടെയാണ്. മാത്രമല്ല, ഭീകരാക്രമണം നടത്തുന്നതിന് മുൻപ് 2008 നവംബർ 13-നും 22-നും ഇടയിൽ ഇയാൾ മുംബൈ സന്ദർശിച്ചിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. 2009-ലാണ് FBI ഇയാളെ US-ലെ ഷിക്കാഗോയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. കേസിൽ 2 വർഷത്തിനു ശേഷം ഇയാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു. രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിൽ 166 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. 3 ദിവസം നീണ്ടുനിന്ന ആക്രമണം നടത്തിയ 10 ഭീകരരിൽ അജ്മൽ കസബിനെ മാത്രമാണ് ജീവനോടെ പിടികൂടാൻ സാധിച്ചത്. 2012 നവംബർ 21-ന് ഇയാളെ ഇന്ത്യ തൂക്കിലേറ്റിയിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു.
മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.